വരാനിരിക്കുന്ന IPL തീർച്ചയായും ഒരു ക്യാപ്റ്റന്റെ കൂടി അരങ്ങേറ്റമാണ്. കഴിഞ്ഞ സീസണിൽ പകരക്കാരനായി ഏതാനും മത്സരങ്ങളിൽ നയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറി ആ താരം ആ ടീമിന്റെ മുഴുവൻ സമയ നായകനായി അരങ്ങേറുകയാണ്. റിയാൻ പരാഗ് എന്ന യുവതാരം രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി അരങ്ങേറുകയാണ്. തീർച്ചയായും റിയാൻ പരാഗ് നായകനാവുന്നതിൽ, അതും സഞ്ജുവും ഷെയ്ൻ വോണും രാഹുൽ ദ്രാവിഡും സ്റ്റീവ് സ്മിത്തും ഒക്കെ നയിച്ച പാരമ്പര്യമുള്ള ഒരു ടീമിന്റെ നായകനായി റിയാൻ പരാഗ് അവരോധിതനാവുന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാകും ഒരുപക്ഷെ കൂടുതലും ഉണ്ടാവുക. ഇവനെ എന്തിനാണ് ഇങ്ങനെ ക്യാപ്റ്റനാക്കിയത് എന്ന് സന്ദേഹിക്കുന്നവർ ഒരുപാടുണ്ടാകും, സംശയിക്കുന്നവർ ഉണ്ടാകും ഒരുപാട്. എന്തൊക്കെ തന്നെയായാലും പഴികളും ട്രോളുകളും ഏറെ കേട്ട ഒരു യുവതാരത്തിൽ നിന്നും രാജസ്ഥാന്റെ നായക പദവിയിലേക്കുള്ള റിയാൻ പരാഗിന്റെ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ഒരു സിനിമാ കഥയുടെ എല്ലാ ചേരുവയുമുണ്ട്. ആ ട്രാൻസ്ഫോർമേഷന് പരാഗിന്റെ പരിണാമം തീർച്ചയായും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ ഏറ്റവും രസകരവും കൗതുകരമായ ഒരു ടോപ്പിക് തന്നെയാണ്. IPL ചർച്ചകളിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി നിറഞ്ഞു നിൽക്കുന്ന പേരാണ് റിയാൻ പരാഗ്. അതിനു മുൻപ് 2010 മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നിൽക്കുന്ന കുഞ്ഞു പരാഗിന്റെ ഫോട്ടോയും ഒരു സമയത്ത് വൈറലായിരുന്നു. മുൻ ആസാം കളിക്കാരനായ പരാഗ് ദാസിന്റെ മകനാണ് റിയാൻ പരാഗ്. ധോണിയാണെങ്കിലോ അച്ഛനെതിരെയും മകനെതിരെയും ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പരാഗിന്റെ അരങ്ങേറ്റ സീസൺ പക്ഷേ ഗംഭീരമായിരുന്നു. അരങ്ങേറ്റ സീസണിൽ മുംബൈയുടെ ജസ്പ്രീത് ബുംറ, ലസിത് മലിംഗ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ വമ്പൻ ബോളിംഗ് നിരക്കെതിരെ കൂറ്റൻ അടികളിലൂടെ 29 പന്തുകളിൽ നിന്നും നേടിയ 43 റൺസും, സമ്മർദ്ദഘട്ടത്തിൽ കൊൽക്കത്തക്കെതിരെ നേടിയ 31 പന്തുകളിൽ നിന്ന് നേടിയ 47 റൺസും ആ യുവ പ്രതിഭയിലേക്ക് ആരാധകരുടെയും ക്രിക്കറ്റ് വിദഗ്ധരുടെയും ശ്രദ്ധ അന്ന് ക്ഷണിച്ചിരുന്നു. 2019 IPL ലേലത്തിൽ 20 ലക്ഷം രൂപ എന്ന അടിസ്ഥാന വിലയ്ക്ക് രാജസ്ഥാൻ റോയൽസിൽ എത്തിയ റിയാൻ പരാഗ് ടീമിന്റെ ഫിനിഷർ പദവിയിലേക്ക് ഉയരുകയായിരുന്നു പിന്നീട്. ആ സമയത്ത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അർദ്ധശതകം നേടിയ പരാഗ് IPL അർദ്ധശതകം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഒരു സമയത്ത് മാറിയിരുന്നു. അന്ന് 17 വയസ്സും 175 ദിവസവുമായിരുന്നു പരാഗിന്റെ പ്രായം. രാജസ്ഥാൻ റോയൽസിലെ സഹതാരവും മലയാളി ക്രിക്കറ്ററുമായ അവരുടെ ക്യാപ്റ്റനുമായിരുന്ന സഞ്ജു സാംസന്റെ റെക്കോർഡാണ് അന്ന് പരാഗ് തകർത്തത്. അസമിലെ ഗുവാഹത്തിയിൽ നിന്നാണ് റിയാൻ പരാഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരുന്നത്. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാഗ് ദാസ് അസമിനും റെയിൽവേസിനും വേണ്ടി പാഡ് അണിഞ്ഞിട്ടുള്ള ക്രിക്കറ്റ് താരമാണ്. അമ്മ മീതു സിംഗ് ദേശീയ സ്വിമ്മിംഗ് താരവുമായിരുന്നു. 16ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച റിയാൻ പരാഗ് 2015 ഇന്റർ സ്റ്റേറ്റ് T20 ചാമ്പ്യൻഷിപ്പിനുള്ള അസം ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നു. പിന്നീട് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ച റിയാന് ഇംഗ്ലണ്ടിൽ നടന്ന യൂത്ത് ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ അണ്ടർ 19 ടീമിൽ ഇടം ലഭിക്കുന്നു. ഇന്ത്യ 2-0 ജയിച്ച ആ പരമ്പരയിൽ 3 അർദ്ധശതകങ്ങളുമായി 178 റൺസ് നേടി പൃഥ്വി ഷായ്ക്ക് തൊട്ടുതാഴെ റൺ വേട്ടക്കാരിൽ രണ്ടാമതായി അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. അതോടെ 2018 അണ്ടർ 19 വേൾഡ് കപ്പ് ടീമിലേക്കും റിയാൻ പരാഗിന് ഇടം ലഭിക്കുന്നു. പക്ഷേ പരിക്കുകൾ വില്ലനായപ്പോൾ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് ആ ടൂർണമെന്റിൽ സാധിച്ചില്ല. രാജസ്ഥാനിലേക്ക് എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ടീമിന്റെ ഫിനിഷർ പദവിയിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു എങ്കിലും പിന്നീടാണ് ഒരു അധികപ്പറ്റുന്ന രീതിയിൽ 3-4 സീസണുകളിൽ കാര്യമായ സംഭാവനകളൊന്നും ഇല്ലാതെ റിയാൻ പരാഗിന് നിൽക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും താരം ആത്മവിശ്വാസത്തിലായിരുന്നു. 2021 സീസണിൽ തീർത്തും നിരാശപ്പെടുത്തിയ പരാഗിനെ മെഗാലയത്തിൽ രാജസ്ഥാൻ പക്ഷേ തിരികെ എത്തിച്ചതിനെതിരെ വലിയ വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു. രാജസ്ഥാന്റെ കുഞ്ഞു വാവയാണെന്നും ഇവർ ഡാൻസ് കളിക്കാൻ മാത്രമാണ് അറിയാവുന്നതെന്നും ഒക്കെ എന്തിനാണ് ഇനിയും ഈ ടീമിലേക്ക് പരിഗണിക്കുന്നതും എന്നൊക്കെ അന്ന് ആരാധകർ ചോദിച്ചിരുന്നു. അതോടെ പരാഗിനെതിരെ ട്വിറ്ററിൽ ട്രോൾ മഴയും ഉണ്ടായിരുന്നു. KGF 2 ഡയലോഗ് കൂട്ടിച്ചേർത്തൊക്കെയായിരുന്നു അന്ന് പരാഗിനെതിരെയുള്ള ട്രോളുകൾ ഉയർന്നത്. ഞാൻ രാജസ്ഥാനെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ രാജസ്ഥാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പരാഗിന്റെ ചിത്രത്തോടൊപ്പം അന്ന് ട്രോളുകൾ ഉണ്ടായിരുന്നത്. KGF ആ ഹിറ്റ് ഡയലോഗായ ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ബട്ട് വയലൻസ് ലൈക്സ് മീ എന്ന ആ തരത്തിലുള്ള ട്രോളുകളായിരുന്നു അന്ന് പരാഗിന് നേരെയും ഉണ്ടായിരുന്നത്. അതിനൊപ്പം രാജസ്ഥാന്റെ ഉടമകളിൽ ആരെങ്കിലും പരാഗിന്റെ ബന്ധുക്കളുണ്ടോ എന്നും, ചിലർ ഏതെങ്കിലും രാജസ്ഥാൻ ഉടമകളുടെ രഹസ്യ വീഡിയോയോ മറ്റോ പരാഗിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഒരു ക്വാർട്ട് പോലെ പരാഗിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ അന്ന് പരാഗിനെ വിമർശിച്ചുകൊണ്ട് ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതേസമയം അന്ന് പരാഗിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ആ സമയത്തെ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് പരിശീലകനായ ലസിത് മലിംഗയായിരുന്നു. പരാഗിന്റെ ഫോമിനെ കുറിച്ച് വലിയ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടെന്ന് കരുതുന്നില്ല. ഒറ്റക്ക് മത്സരം ജയിപ്പിക്കാൻ റിയാൻ പരാഗിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിശാല മനസ്സുള്ള താരമാണ് അവൻ. വലിയ അവസരം ഇത്തവണ അവനെ തേടി എത്തിയിട്ടുണ്ടാവില്ല. 5-10 പന്തുകൾ മാത്രമാണ് എല്ലാ മത്സരത്തിലും അവന് ലഭിക്കാറുള്ളത്. അവൻ ശക്തമായി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ടോപ്പ് ഓർഡറിലേക്ക് അവനെ എത്തിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം നടത്താനാവും. അതിന് സമയമാവുമ്പോൾ കൃത്യമായി ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അവനിപ്പോൾ ചെറുപ്പമാണ്, ഭാവിയിലെ സൂപ്പർ താരമായിരിക്കും അവനെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലസിത് മലിംഗ പറഞ്ഞത്. ആ ഒരു സപ്പോർട്ടിന് ശേഷം അതിനുശേഷമുള്ള സീസണുകളിൽ റിയാൻ പരാഗ് അപാര ഫോമിലേക്ക് ഉയരുന്നത് നമ്മൾ കണ്ടു.
സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിൽ 8 മത്സരങ്ങളിൽ 7 അർദ്ധശതകം തികച്ച് പരാഗ് തകർത്തടിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു. അതിനുശേഷം രാജസ്ഥാൻ റോയൽസിൽ അതോടെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റവും ലഭിക്കുന്നു. ആ സീസണിൽ അദ്ദേഹം മികച്ച ഫോമോടെ രാജസ്ഥാന്റെ നെടുന്തൂണായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് വീണ്ടും മറ്റൊരു വിവാദത്തിലേക്ക് അദ്ദേഹം ചാടുന്നത്. വിജയകരമായ ഒരു IPL സീസണിന് ശേഷം റിയാൻ പരാഗ് അനാവശ്യമായി പിടിച്ച ഒരു പുലിവാലിന്റെ കഥ. റിയാൻ പരാഗിന്റെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററിയാണ് അന്ന് വിവാദമായത്. സെർച്ച് ചെയ്ത കൂട്ടത്തിൽ തന്റെ ആരാധനാപാത്രമായ വിരാട് കോഹ്ലിയുടെ പേരുണ്ടെങ്കിലും 2 നടിമാരെക്കുറിച്ചുള്ള സെർച്ച് ചെയ്ത കാര്യമാണ് പരാഗിനെ അന്ന് വീട്ടിലാക്കിയത്. ബോളിവുഡ് നടിമാരായ സാറ അലി ഖാൻ, അനന്യ പാണ്ഡെ എന്നിവരെക്കുറിച്ചാണ് അന്ന് പരാഗ് സെർച്ച് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ. സാറ അലി ഖാൻ ഹോട്ട്, അനന്യ പാണ്ഡെ ഹോട്ട് എന്നിങ്ങനെയായിരുന്നു യൂട്യൂബിൽ പരാഗ് തിരഞ്ഞതെന്ന് ലീക്കായ ആ സെർച്ച് ഹിസ്റ്ററിയിൽ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം പരാഗിന്റെ സ്വഭാവത്തെ അന്ന് ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗം ചെറുപ്പക്കാരനല്ലേ, ഇതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് പരാഗിനെ സപ്പോർട്ടുമായും അന്ന് വന്നു. അപ്പോൾ ആ സീസണിൽ നമുക്കറിയാം ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് റിയാൻ പരാഗ് വഹിച്ചത്. ടൂർണമെന്റിലെ റൺ വേട്ടക്കാരിൽ 3ാം സ്ഥാനത്ത് അദ്ദേഹം ഫിനിഷ് ചെയ്യുകയും ചെയ്തു അന്ന്. അതിനുശേഷം റിയാൻ പരാഗ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നു. സഞ്ജുവിന്റെ അഭാവത്തിൽ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാനെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴിതാ സഞ്ജു ചെന്നൈയിലേക്ക് പോയതോടെ ടീമിന്റെ മുഴുവൻ സമയ നായകനായി അദ്ദേഹം അവരോധിതനാവുകയും ചെയ്യുന്നു. ഈ തീരുമാനത്തോട് എതിർപ്പുള്ളവരുണ്ടാകാം. ഉദാഹരണത്തിന് രാജസ്ഥാന്റെ തന്നെ മുൻ താരമായ രവിചന്ദ്ര അശ്വിൻ തന്നെ കഴിഞ്ഞ ദിവസം ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. സഞ്ജു സാംസൺ ടീം വിട്ടതിനു ശേഷം പകരം നായകസ്ഥാനത്തേക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ പരാഗ് ആയിരുന്നില്ലെന്ന അഭിപ്രായമാണ് രവിചന്ദ്ര അശ്വിനുള്ളത്. കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ റോയൽസ് ഇത്തവണ പരാഗിൻ ക്യാപ്റ്റൻസിയിൽ ഒരു ശക്തമായൊരു തിരിച്ചുവരവാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നായകനായി വേണ്ടത്ര അനുഭവ സമ്പത്ത് ഇല്ലാത്ത പരാഗിന് അതിന് കഴിയുമോ എന്നാണ് രവിചന്ദ്ര അശ്വിന്റെ സംശയം. രവീന്ദ്ര ജഡേജയാകും ടീമിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ നായകനായി വന്നേക്കുക എന്നാണ് ഞാൻ നേരത്തെ കരുതിയിരുന്നത്. അവന് റോയൽസിന് നായകസ്ഥാനം ഏൽപ്പിക്കാമായിരുന്നു, റിയാൻ പരാഗിനെ വൈസ് ക്യാപ്റ്റനും ആക്കാമായിരുന്നു എന്നാണ് അശ്വിൻ കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ അഭിപ്രായപ്പെട്ടത്. അതേസമയം നമുക്കറിയാം 2019 റോയൽസിനൊപ്പം ചേർന്ന പരാഗ് ഇന്നകം കളിച്ചിട്ടുള്ളത് 84 IPL മത്സരങ്ങളാണ്. 26.10 ശരാശരിയിൽ 142 എന്ന സ്ട്രൈക്ക് റേറ്റോടെ അദ്ദേഹം നേടിയത് 1566 റൺസുമാണ്. 7 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സഞ്ജു പോയതോടെ കാതലായ മാറ്റങ്ങളോടെയാണ് രാജസ്ഥാൻ റോയൽസ് 2ാം കിരീടം ലക്ഷ്യമിട്ട് ഈ സീസണിൽ ഇറങ്ങുന്നത്. റിയാൻ പരാഗിന് ഒരു നായകനായിക്കൊണ്ട് തിളങ്ങാൻ ഈ കുറി ഒരു കപ്പ് രാജസ്ഥാന് നേടിക്കൊടുക്കാൻ കഴിയുമോ എന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.